നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് ഇന്ന് ഒരു വീഡിയോ ഇടുന്നത്. മുന്നാസം മിനിമോള് റെഡി ആവാൻ പോയിട്ടേ ഉള്ളൂ കേട്ടോ. അവര് ജസ്റ്റ് ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു, ഒരു ചെറിയൊരു വീഡിയോ അല്ലേ. അപ്പോഴും നമ്മൾ ഇന്ന് ചെയ്യുന്നത് PSC ട്യൂഷൻ സെന്ററിലെ GK ക്വസ്റ്റ്യൻസിന്റെ ഓറൽ ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ബാക്ക് ക്യാനിങ് പണിഷ്മെന്റ് ഹാൻഡ് ക്യാനിങ് മിക്സ് ചെയ്താണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പണിഷ്മെന്റ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ പെയ്ഡ് വീഡിയോസിന്റെ കാര്യം പറയാം. പെയ്ഡ് വീഡിയോസ് ചെയ്യാൻ തരാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ വന്ന് മെസ്സേജ് ഇടാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുവഴി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പെയ്ഡ് വീഡിയോസ്, ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ വന്ന് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ വോയിസ് സെഷനും അല്ലാത്ത സെഷനും ഒക്കെ അവൈലബിൾ ആണ്. വന്ന് മെസ്സേജ് ഇട്ടാൽ അത് അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ പറയാനുള്ളത് തന്നെ, നമുക്ക് വേറെ ചാനൽസ് ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ക്യാനിങ് ടീച്ചർ സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ബാക്ക് ക്യാനിങ്ങിന്റെ ഒക്കെ സ്റ്റോറീസ് സബ്സ്ക്രൈബേഴ്സ് തരുന്നത് ഷെയർ ചെയ്യുന്ന ചാനലാണ് ടീച്ചർ സ്റ്റോറീസ്. അപ്പൊ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. എന്നിട്ട് അതിലെ വീഡിയോസ് ഒക്കെ കാണാൻ. നല്ല സ്ട്രിക്റ്റ് ക്യാനിങ് പണിഷ്മെന്റിന്റെ പെയ്ഡ് സ്റ്റോറീസും റീഡ് ചെയ്യാനുള്ളത് ഇപ്പൊ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് സ്റ്റോറീസ് നമ്മൾ തരും പേ ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ അത് നിങ്ങൾക്ക് വായിക്കാൻ നല്ല സ്ട്രിക്റ്റ് ക്യാനിങ് പെയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാം. അതെ, അങ്ങനെയാണ്. അതിന്റെ കഥ ഇഷ്ടപ്പെടുന്നവർക്ക് അതെടുത്ത് തീമായിട്ട് നമ്മൾ പെയ്ഡ് വീഡിയോസ് ചെയ്യും. അപ്പോൾ അതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെടുന്നവര് ജസ്റ്റ് അത് ഒന്ന് നോക്കി വെച്ചേക്കുക. ക്യാനിങ് സ്റ്റോറീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ടീച്ചർ സ്റ്റോറീസ് ആയിട്ട് നമ്മുടെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് വേറൊരു ചാനൽ കൂടെ ഉണ്ട്, ഐഡിയറ്റ് സിബ്ലിങ്സ് ഓൺലി. അപ്പൊ അതും കൂടെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. വീഡിയോസ് ഒക്കെ കാണുക. നമ്മുടെ ഫാമിലി വ്ളോഗിംഗ് ചാനലാണ്, അതെ, ഐഡിയറ്റ് സിബ്ലിങ്സ് വ്ളോഗ്. അപ്പൊ അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മുടെ ടീച്ചറിന്റെ പേരെന്താ? സുധ ടീച്ചറാണ് ഇന്ന് കോച്ചിങ്ങിന് വന്നിരിക്കുന്നത്. പിന്നെ നമ്മള് വീഡിയോസ് പണിയായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പേരെല്ലാം നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് സ്ട്രിക്റ്റ് വീഡിയോ. ഓക്കെ, ഇന്ന് സ്ട്രിക്റ്റ് ആണ്. ഒരു ശരിയില്ല. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. എനിക്ക് ഇന്നലെ പഠിച്ചോണ്ട് വരാൻ പറഞ്ഞൊക്കെ പഠിച്ചായിരുന്നോ? അപ്പോ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് PSCയുടെ ക്വസ്റ്റ്യൻസ് ആണ്, GK ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഞാൻ പഠിച്ചോണ്ട് വരാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോ നമുക്ക് ആദ്യമേ തുടങ്ങാം. നെക്സ്റ്റ് മന്ത് എക്സാം ആണ്, സമയം കളയണ്ട. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം എനിക്ക് തന്നെയാണ്. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യം. ഓ, ഗുഡ്. സിറ്റ് ഡൗൺ. താങ്ക് യു ടീച്ചർ. മൊസാദ് ഏത് രാജ്യത്തെ രഹസ്യ അന്വേഷണ ഏജൻസിയാണ്? മൊസാദ് ഏത് രാജ്യത്തെ രഹസ്യ അന്വേഷണ ഏജൻസിയാണ്? മൊസാദ് പാകിസ്ഥാൻ. ഇസ്രായേലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന സ്ഥലം? കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന സ്ഥലം? ചെറുകോൽ പുഴ, പത്തനംതിട്ട. ഞാനല്ലേ തീരുമാനിക്കുന്ന എവിടെയാണ്. കഴിഞ്ഞിട്ടോ? കഴിഞ്ഞിട്ടോ? കളിക്കാണോ? ഓട്ടം തുള്ളലിന്റെ സ്ഥാപകൻ? ഓക്കെ, കറക്റ്റ് ആൻസർ. ശ്രീലങ്കയുടെ ദേശീയ മൃഗം? ശ്രീലങ്കയുടെ ദേശീയ മൃഗം സിംഹമാണ് കേട്ടോ. പാമ്പ്. ലോകത്തിൽ താൻ എന്തിനാണോ PSC ഒക്കെ എഴുതുന്ന മനുഷ്യനെ മെനക്കെടുത്ത്? കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം? കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. അയ്യോ, തലസ്ഥാനം മിണ്ടല്ല, തൃശ്ശൂർ. പ്രേമസംഗീതം എന്ന കൃതിയുടെ രചയിതാവാര്? പ്രേമസംഗീതം എന്ന കൃതിയുടെ രചയിതാവാര്? കുമാരനാശാൻ. ഉള്ളൂർ
കൈ ആ ഷോൾ എടുത്ത് മാറ്റി. യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം. യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം. യൂറോപ്പിലെ രോഗി അറിയില്ല. തുർക്കിയ കേട്ടോ. അപ്പൊ താൻ പഠിച്ചിട്ട് വന്നില്ല ഞാൻ ഹോംവർക്ക് തന്നതൊന്നും അല്ലേ? ഇന്ത്യയെയും ചൈനയെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി ഏത്? ഇന്ത്യയെയും ചൈനയെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ. അതിർത്തി രേഖ ഏത്? മാക്മോഹൻ രേഖ. മാക്മോഹൻ രേഖ. മൻമോഹൻ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. മാക്മോഹൻ രേഖ. അറിയാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മലയാളത്തിൽ മാക്കോ ഹോ താഴെ കാലത്ത് എഴുതി വെച്ചിരിക്കുന്നു. മാക്മോഹൻ. മൻമോഹൻ രേഖ. ലോകാരോഗ്യ സംഘടനകളുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗം. ലോക ആരോഗ്യ സംഘടനകളുടെ കണക്കുകൾ പ്രകാരം കറക്റ്റ് ആൻസർ. തൃശൂർ പൂരത്തിന്റെയും തൃശൂർ പട്ടണത്തിന്റെയും ശില്പി. തൃശൂർ പൂരത്തിന്റെയും തൃശൂർ പട്ടണത്തിന്റെയും ശില്പി. തിരുവിതാംകൂർ മഹാരാജാവ്. നോ, ശക്തൻ തമ്പുരാൻ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം. മെട്രോ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം. കന്യാകുമാരി. ഗോരഖ്പൂർ, ഉത്തർപ്രദേശ്. 1366 മീറ്റർ. കൈ നീട്ടോ. തന്റെ ചിരിയാണല്ലേ അവിടെ നിൽക്കുന്ന. കൈ നീട്ടടോ. കൈ നീട്ടടോ. കൈ ഇങ്ങനെ വലിച്ച് അവിടെ ഇവിടെയൊക്കെ കൊള്ളും കേട്ടോ. അത് തനിക്ക് ഇത്ര നാളായിട്ട് അറിഞ്ഞൂടേടോ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? ഗോരഖ്പൂർ. യെസ്. കേരളത്തിലെ കോർപ്പറേഷനുകൾ എത്ര എണ്ണം? 7. 5. 4. 6. ബാക്കിയെല്ലാം പറ. ചൈന മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം. ജൈന മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം. ഗീതാഞ്ജലി. ഭഗവത്ഗീത. ടീച്ചർ ഭഗവത്ഗീതയിലെ അങ്കാസ്. ഇതൊക്കെ പഠിക്കാനാണോ? കൈ കിട്ടുന്ന എവിടെയെങ്കിലും കൊള്ളും. ടീച്ചറെ കയ്യിൽ വേണ്ട, കയ്യിൽ തൊലി പോയി. കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി. ആനമുടി. കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി. കേരളത്തിലല്ലേ? പൊന്മുടി. മീശപ്പുലിമല. മീശപ്പുലിമല. തനിക്ക് ഒന്ന് ചന്തി കാണിക്കും അല്ലെങ്കിൽ കൈ കാണിക്കും. എവിടെയായാലും എനിക്കൊരു പോലെ. ടീച്ചറെ അങ്ങനെ പറയില്ലേ. ടീച്ചറിന് കൈ അടിക്കാൻ അറിയില്ല. ചന്തി വന്നു. കുഞ്ഞു മുമ്പ് വെച്ച് അടിച്ചു, മറ്റേ വലുതായിരുന്നു. ഏതാ ഇഷ്ടപ്പെട്ടെ? രണ്ടും ഇഷ്ടപ്പെട്ടില്ല ടീച്ചർ. ചിരഞ്ജീവിയുടെ യഥാർത്ഥ നാമം. ചിരഞ്ജീവിയുടെ യഥാർത്ഥ നാമം. ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ മരിക്കാത്ത, നിരന്തരം ജീവിക്കുന്നു. ചിരഞ്ജീവിയുടെ യഥാർത്ഥ നാമം എന്ന് വെച്ചാൽ ഒരാളാണ് ചിരഞ്ജീവി. സിനിമാ നടനാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ചിരഞ്ജീവി
ഇവിടെ യഥാർത്ഥ നാമം ഇത് കൊനിദേല ശിവശങ്കര വരപ്രസാദ്. കൊനിദേല ശിവശങ്കര വരപ്രസാദ്. തിരിഞ്ഞില്ലല്ലോ എന്തോന്നാ? കേരളത്തിലെ ആദ്യത്തെ മലയാള ഖണ്ഡകാവ്യം. ഇത് അറിഞ്ഞുകൊണ്ടെങ്കിൽ താൻ PSC പഠിക്കണ്ട, തിരിച്ച് വീട്ടിൽ പോയിക്കോ. കേരളത്തിലെ ആദ്യത്തെ മലയാള ഖണ്ഡകാവ്യം. കൃഷ്ണപാട്ട്. വീണപൂ. തിരിഞ്ഞിരിക്കണോ? എല്ലാം സംസാരിക്കരുത്, ഇങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടമല്ല. ബ്രസീലിലെ പ്രധാന ഭാഷ. ബ്രസീലിലെ പ്രധാനത്തെ അല്ല, ബ്രസീലിലെ പ്രധാന ഭാഷ. ബ്രസീലില് സ്പാനിഷ്. പോർച്ചുഗീസ്. ടീച്ചറെ കൈ വേണ്ട, എനിക്ക് സഹിക്കുന്നില്ല. ഇനി നാളെ വരുമ്പോ ഇത് മൂന്നും പഠിച്ചിട്ട് വരണം. നാളത്തെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഓക്കെ ഓക്കെ, ബൈ. താങ്ക് യു. ഓ ഗൈസ്, നോക്കൂ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അടിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ പെയ്ഡ് വീഡിയോസിന്റെ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തരിക. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്ക് പേജിലോ വന്ന് ബന്ധപ്പെടുക. ലിങ്ക്സുമായിട്ട് ബന്ധപ്പെടുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാക്കിയുള്ള ചാനൽസ് സ്റ്റോറീസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. ടീച്ചർ സ്റ്റോറിയിൽ കിടിലം സ്റ്റോറീസ് ആണ് വരുന്നത്, കാനിങ്ങിന്റെ ഒക്കെ. അത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എഡിസിബിംഗ് 6.07 മിനിഞ്ഞാന്ന് പോയി. അപ്പൊ ഇതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഫാമിലി വ്ളോഗ്സ് അടങ്ങുന്ന വീഡിയോ വ്ളോഗാണ് ഇഡിയറ്റ് സിബ്ലിങ്സ് വ്ളോഗ്സ്. അപ്പൊ അതൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വീഡിയോസ് ഒക്കെ കാണുക. പിന്നെ ഉള്ളത് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. പെയ്ഡ് വീഡിയോസിനായിട്ട് അതുപോലെ ബന്ധപ്പെടുക. അപ്പൊ ഓക്കെ.